ഞങ്ങൾക്ക് ലൈസൻസ് മാത്രമേ ഉള്ളൂ, വണ്ടി ഓടിക്കാൻ അറിയില്ല. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. പിന്നീടുള്ള ഞങ്ങളുടെ യാത്രകൾ ഫുൾ അവിടുത്തെ ലോക്കൽ ബസ്സായിരുന്നു. അങ്ങനെ ലോക്കൽ ബസ്സിൽ ഗോവ പോയി വന്ന ആദ്യത്തെ ആൾക്കാരായിരിക്കും ഞങ്ങൾ. വെറും 10-20 രൂപ മാത്രമാണ് ബസ് ഫെയർ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഞങ്ങൾ ഓൾഡ് ഗോവയിലേക്കാണ് പോയത്. ഓൾഡ് ഗോവയും ബസ്സിലേക്കൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. റവ ഫിഷ് ഫ്രൈ ഞങ്ങൾ ട്രൈ ചെയ്തു, അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നേരെ പനാജിയിലേക്ക് ബസ് കയറി. അവിടെ നിന്നും ഫ്രഞ്ച് ചരിത്രമുറങ്ങുന്ന ഫൗണ്ടൻ ഹേസിലേക്കാണ് ഗൂഗിൾ മാപ്പ് ഇട്ട് നടന്നത്. നല്ല എസ്തെറ്റിക് പ്ലേസ് ആയിരുന്നു. തലങ്ങും വിലങ്ങും നടന്നതിന് ശേഷം ഞങ്ങൾ കാലങ്ങൂട്ട് ബീച്ചിലേക്ക് പോയി. അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ ഉള്ളത്. ഇരുട്ടായപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് കൂടി. അവിടെ പോയപ്പോഴാണ് ഗോവയായത്. ഫുൾ പബ്ബുകളും ബാറുകളും, ദൈവങ്ങളുടെ പേരിൽ വരെ ബാറുകളായിരുന്നു അവിടെ. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അഗോഡ ഫോർട്ടും ജയിലും കാണാൻ പോയി. പിന്നീട് ഞങ്ങൾ പോയത് നമ്മളെ ഷാരൂഖ് ഖാനും ആലിയ ഭട്ടും തകർത്തഭിനയിച്ച ലവ് യു സിന്ദഗി സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള പാരയിലേക്കാണ് കേട്ടോ. ഇവിടെ ചെന്നപ്പോഴാണ് ഇതൊക്കെ നമ്മളെ കേരളത്തിലുള്ളതാണല്ലോ, ഫുള്ള് തെങ്ങും തൊപ്പുകൾ മാത്രം, എന്താ ഇവിടെ കാണാനുള്ളതെന്ന് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അഞ്ജന ബീച്ചിലേക്കാട്ടോ ഫുഡ് കഴിച്ചിട്ട്. അവിടെ നിന്നും ബാഗ ബീച്ചിലേക്ക് സൺസെറ്റും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ലഗേജ് ഒക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിച്ച് തിവിം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തിരിച്ചുപോയി. ഗോവയിലെത്തിയ പിന്നെ നമ്മൾ മെയിനായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പാണ് ഗോവ മൈൽസ്. ബിക്കോസ് അവിടെ ഊബർ സർവീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ടാക്സി സ്കാമേഴ്സിൽ നിന്നൊക്കെ നമുക്ക് മെയിനായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. നൈറ്റ് ബസ് സർവീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗോവ മൈൽസ് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.